ഹലോ എവ്രി വൺ, എല്ലാവർക്കും സൈലത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. യെസ്, വീണ്ടും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. രണ്ട് മാറിപ്പോകുന്ന, എപ്പോഴും കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന രണ്ട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഫ്യൂവും ലിറ്റിലും അല്ലേ. ഇത് തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ, ചെറിയൊരു സെഷനിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ചെറിയ സമയം നിങ്ങൾ എനിക്ക് തന്നാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. സെറ്റാണ് കാര്യങ്ങളൊക്കെ. ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി ആ ഒരു കൺഫ്യൂഷനും അതിനും ഒരു ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ, സെറ്റ്. അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. അതിന്റെ മുമ്പേ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ബാച്ചസ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ALP അല്ലേ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാച്ച് ജസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഇപ്പോഴും ഓൺ ആണ്, അതായത് ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി CGL ഓഫീസേഴ്സ് ബാച്ച് ഉണ്ട്. അത് മെയ് 27-ാം തീയതിയാണ് തുടങ്ങുന്നത് എന്നാണ്. മെയ് 27. അപ്പൊ നിങ്ങളൊക്കെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു CGL ബാച്ച് എന്നാണ് തുടങ്ങുക. അപ്പൊ ഞങ്ങൾ എക്സൈറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷ വാർത്തയാണ് CGL ബാച്ച് മെയ് 27-ാം തീയതി. അതും അറ്റ് ആൻ അഫോർഡബിൾ പ്രൈസ് എന്നുള്ളത് തന്നെയാണ്. 5,999 രൂപ മാത്രം കേട്ടോ. ആൻഡ് RPF ബാച്ച് തുടങ്ങുകയാണ് മെയ് 15-ാം തീയതിയാണ്. RPFന്റെ ബാച്ച് തുടങ്ങുന്നത് മെയ് 15-നാണ്, മറന്നു പോകണ്ട. അപ്പോൾ പോലീസ് ഓഫീസർ ആവാൻ വേണ്ടി, റെയിൽവേയിൽ പോലീസ് ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും അത്. തീർച്ചയായിട്ടും മിസ്സാക്കരുത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യെസ്, ശരി. ഇതിൻ്റെ അകത്ത് ഒന്ന് അത് കൗണ്ടബിളിന്റെ കൂടെയും മറ്റൊന്ന് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് ചേർക്കുക. ഏതാണ് കൗണ്ടബിൾ നൗണിന്റെ കൂടെ, ഏതാണ് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ? പറഞ്ഞേ. എടാ, ലിറ്റിൽ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും ഫ്യൂ കൗണ്ടബിൾ നൗണിന്റെ കൂടെയും ആണെന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ലിറ്റില് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ഉപയോഗിക്കുന്നു, ഫ്യൂ ആണെങ്കിൽ കൗണ്ടബിൾ നൗണിന്റെ കൂടെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അറിഞ്ഞിരിക്കുക. ശരി, അത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ ഫ്യൂ ദ കൗണ്ടബിൾ നൗണിന്റെ കൂടെ, ലിറ്റിൽ ദ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ. ഇനി ആദ്യം വരികയാണ് ഏതിലേക്ക്? ഫ്യൂവിന്റെ 3 ടൈപ്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഫ്യൂവിൽ തന്നെ വെറും ഫ്യൂ, ആർട്ടിക്കിൾ ഒന്നുമില്ലാത്ത വെറും ഫ്യൂ, അല്ലെങ്കിൽ ദ എന്നുള്ള ആർട്ടിക്കിൾ ഇല്ലാത്ത വെറും ഫ്യൂ. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഹാർഡ്ലി എനിവൺ അല്ലെങ്കിൽ എനിത്തിങ്, അതായത് ഇല്ല, നെഗറ്റീവ് അർത്ഥമാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് അധികം ഇല്ല എന്നുള്ള ഘട്ടമാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എനിക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ പറയുന്നറിയോ? ഫ്രണ്ട്സ് കൗണ്ടബിൾ ആണ്. അപ്പൊ ഞാൻ എങ്ങനെ പറയാ? ഫ്യൂ ചേർത്തിട്ടാ പറയേണ്ടത്. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്നാണ് ഞാൻ പറയാ. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. പക്ഷെ പലരും, മലയാളികൾ ഉൾപ്പെടെ അല്ലേ, നമ്മൾ പലപ്പോഴും പറയുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി, ഇപ്പൊ കാലിക്കറ്റ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, തൃശ്ശൂരിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി പലരും എന്താ ചെയ്യാന്നറിയോ? വെറും ഫ്യൂ ഉപയോഗിക്കും. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് ഇൻ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല തൃശ്ശൂർ എന്നാണ് അർത്ഥം. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. അപ്പൊ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് പറയേണ്ടി വരും അവിടെ? അത് ഞാൻ പറഞ്ഞു തരും. അപ്പൊ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഏതാ? വെറും ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥമാണ്. അധികം ഇല്ല, ഓൾമോസ്റ്റ് നോട്ട് എന്നാണ് അർത്ഥം വരുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസിലാണ് ഉപയോഗിക്കുക വെറും ഫ്യൂ എന്നുള്ളത്. ആൻഡ് കൗണ്ടബിൾ നൗണിന്റെ കൂടെയുമാണ് ഉപയോഗിക്കുക. ഇതിന്റെ കൂടെയാ? കൗണ്ടബിൾ നൗണിന്റെ കൂടെ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് അല്ലെ, ഫ്യൂ കഴിഞ്ഞാൽ കൗണ്ടബിൾ നൗണിന്റെ പ്ലൂറൽ ഫോം വേണം ഉപയോഗിക്കാനായിട്ട്. ഏത് ഫോം? കൗണ്ടബിൾ നൗണിന്റെ പ്ലൂറൽ ഫോം ആണ് എപ്പോഴും ഫ്യൂ കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് എന്നുകൂടെ അറിഞ്ഞു വെച്ചേക്കുക. അതുകൊണ്ടാണ് ഫ്രണ്ട് എന്നുള്ളത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. അതിന്റെ പ്ലൂറൽ ഫോം ആണ് എന്ത്? ഫ്രണ്ട്സ് എന്നുള്ളത്. ക്ലിയർ ആണ്? വ്യക്തമാണ്? മുമ്പോട്ട് പോവാണ്. യെസ്, ഇനി അടുത്തൊരു സെന്റൻസ് ഇത് വെച്ച് നമ്മൾ എഴുതാൻ പോവാണ്. ഐ ഹാവ് ഫ്യൂ പ്രോബ്ലംസ്. എന്താണ്? ഐ ഹാവ് ഫ്യൂ പ്രോബ്ലംസ്. എനിക്ക് അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ചിലരുദ്ദേശിക്കുക എന്താ ഇതിലൂടെ? ചിലരുദ്ദേശിക്കുക എങ്ങനെയാ? എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞിട്ട് അവർ ഇംഗ്ലീഷിലേക്ക് ആക്കുന്ന സമയത്ത് ഇങ്ങനെ വരിക, ഐ ഹാവ് ഫ്യൂ പ്രോബ്ലംസ്. എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ ഐ ഹാവ് ഫ്യൂ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം പ്രശ്നം ഇല്ല എന്നർത്ഥം. അപ്പൊ കുറച്ച് പ്രശ്നം ഉണ്ട് എന്ന് പറയാൻ എന്ത് ചെയ്യേണ്ടി വരും? അതാണ് നമ്മൾ അടുത്തത് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. യെസ്, അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? എ ഫ്യൂ എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കുന്നത്. എ ഫ്യൂ കേട്ടോ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എ ഫ്യൂ എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. ആ ഫ്യൂവിന്റെ കൂടെ ഒരു എ എന്നുള്ള ആർട്ടിക്കിൾ ചേർത്തിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ആ ഫ്യൂ എന്ന് കൂട്ടിയിട്ട് കുറച്ച് എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കുറച്ച് കേട്ടോ. അത് പോസിറ്റീവ് ആണ്. ആ ഫ്യൂ പോസിറ്റീവ് ആണ്, വെറും ഫ്യൂ നെഗറ്റീവുമാണ്. ഓക്കെ, ആ ഫ്യൂ നോക്കിയേ. ഐ ഹാവ് a few friends in Calicut. കാലിക്കറ്റ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്നാണ്. പോസിറ്റീവ് അർത്ഥമാണ്. ഇവിടെ ഓൾമോസ്റ്റ് നോട്ട് എന്നല്ല അർത്ഥം, പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥമാണ്. എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് എ ഫ്യൂ
പ്രോബ്ലംസ്. മക്കളെ, ഐ ഹാവ് എ ഫ്യൂ പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാ? കൗണ്ടബിൾ നൗൺ ആണ്. അതിന്റെ പ്ലൂരൽ ഫോം ആണ് ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഫ്യൂ കഴിഞ്ഞാൽ എപ്പോഴും എന്താ വേണ്ടേ? കൗണ്ടബിൾ നൗണിന്റെ പ്ലൂരൽ ഫോം ആണ് ഉപയോഗിക്കുക എന്നുകൂടെ ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ആദ്യം വെറും ഫ്യൂ നെഗറ്റീവും ഫ്യൂ പോസിറ്റീവുമായി. അപ്പൊ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുണ്ട്. എന്ത് ഫ്രണ്ട്സ്? അടുത്തത് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അല്ലാണ്ട് ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് അല്ല, ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലേ പോസിറ്റീവ് ആവുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കണേ പൊന്നു പിള്ളേരെ. ഓക്കെ, അങ്ങനെയാണ് അടുത്തത്. ദ ഫ്യൂ. ആർട്ടിക്കിൾ മാറി അവിടെ അല്ലെ? നമ്മൾ തൊട്ട് മുമ്പ് ഇപ്പോൾ എ ഫ്യൂ ആണ് പറഞ്ഞത്. അത് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എങ്ങനെയാ? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എ ഓർ ആൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? കുറച്ചേ ഉള്ളൂ ആ ഉള്ളതെല്ലാം. കുറച്ചേ ഉള്ളൂ ആ ഉള്ളതെല്ലാം എന്നാണ് ഏത്? ദ ഫ്യൂ എന്ന് പറയുന്ന ആ ഒരു അഡ്ജക്റ്റീവ് അല്ലെ? ആ ഫ്യൂവിന്റെ മുമ്പിൽ ദ എന്നുള്ള ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? കുറച്ചേ ഉള്ളൂ പക്ഷെ ആ ഉള്ളതെല്ലാം എന്നുള്ള രീതിയിൽ വരും. സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ. എങ്ങനെയാത്? The few friends I have are all very rich. അപ്പൊ the few friends I have are all very rich എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ പക്ഷെ ഉള്ളവരൊക്കെ എന്താ? ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ചുമ്മാതാണെങ്കിലും പറഞ്ഞുകൂടെ നമുക്ക് അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ്, അതായത് നമ്മളെപ്പോഴും പറയും കുറെ, അതായത് സമ്പത്തുള്ളവരുടെ കൂടെ നടന്ന നമ്മളാവും അടുത്ത ധനികൻ എന്നുള്ളത് അല്ലേ? ഇനി കുറെ നമ്മൾ നന്നായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ കൂടെ നടന്നാൽ നമ്മളായിരിക്കും അടുത്ത ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ എന്നതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത്, ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യേണ്ടത് ഭയങ്കര വൈസായിട്ട് വേണം അല്ലേ? വൈസായിട്ട് ചിന്തിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, ദ ഫ്യൂ ഫ്രണ്ട്സ് ഐ ഹാവ് ആർ ഓൾ വെരി റിച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ചേ ഉള്ളൂ പക്ഷെ ആ ഉള്ളതെല്ലാം. അങ്ങനെയാണ് ഒരു സെന്റൻസ് കൂടി. ദ ഫ്യൂ പ്രോബ്ലംസ് ഐ ഹാവ് ആർ ഓൾ ട്രിവിയൽ. എടാ, ട്രിവിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് എന്നുള്ളതാണ് കേട്ടോ. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് എന്നുള്ളതാണ്. ലൈക്ക് അതായത് ചെറുതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താ അവിടെ അർത്ഥം? ദ ഫ്യൂ പ്രോബ്ലംസ് ഐ ഹാവ് ആർ ഓൾ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആ ഉള്ളതെല്ലാം എന്താ? ചെറുതാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നം ഉള്ളതെല്ലാം എന്താണ്? കുറച്ചേ ഉള്ളൂ, ആ ഉള്ളതെല്ലാം ചെറുതാണ് എന്നാണ് പറയുന്നത്. വലിയ ആനക്കാര്യമോ ആന പ്രശ്നമോ ഒന്നും അല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണെങ്കിൽ മുമ്പോട്ട് പോവുകയാണ്. അടുത്തതാരാ? ലിറ്റിൽ വെച്ച് പഠിക്കാൻ പോവാണ്. ആദ്യമേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് ലിറ്റിൽ വരിക. ഏതിന്റെ കൂടെയാ? അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് ലിറ്റിൽ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. യെസ്, അപ്പൊ അൺകൗണ്ടബിൾ നൗൺ ഏതൊക്കെയാ നിങ്ങൾക്ക് അറിയുന്നത്? ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് എപ്പോഴും ജനറലി നമ്മൾ പഠിക്കുന്ന പഞ്ചസാര, ഷുഗർ, മിൽക്ക്, അതായത് ഷുഗർ, മിൽക്ക്, വാട്ടർ എന്നൊക്കെ ഉള്ളതാണ് അല്ലെ? നമ്മൾ പഠിച്ചു വെക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് തെറ്റൊന്നുമല്ല. അത് മാത്രമല്ല, പക്ഷേ എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതുണ്ട്. സീനറി, ബാഗേജ്, ലഗേജ്, പോട്ടറി, ക്രോക്കറി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും അൺകൗണ്ടബിൾ നൗൺ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. ബ്രെഡ്, ഹെയർ, എക്യുപ്മെന്റ്, ലഗേജ്, ബാഗേജ്, ഇൻഫോർമേഷൻ, നോളജ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ആണ് വെറും ലിറ്റിൽ. അത് പോസിറ്റീവ് ആണെങ്കിൽ ആ ലിറ്റിൽ. അവിടെ ഫ്യൂവും ലിറ്റിലും അർത്ഥം സെയിം തന്നെയാണ്. പക്ഷെ ഫ്യൂ ഉപയോഗിക്കുന്നത് എപ്പോഴും എങ്ങനെയാ? യെസ്, കൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ്. ലിറ്റിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ എന്നതാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചു വെച്ചാൽ മതി, മറ്റേ ഭാഗം സുഖമായിട്ട്. അതായത് ലിറ്റിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ ലിറ്റിലിന്റെ 3 മാത്രം പഠിച്ചു വെക്കുക. ലിറ്റിൽ, ദ ലിറ്റിൽ പഠിച്ചു വെക്കുക. അപ്പുറത്ത് ഫ്യൂ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഫ്യൂ കൗണ്ടബിൾ നൗണിന്റെ കൂടെ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ വരുള്ളൂ. ബാക്കി അർത്ഥമൊക്കെ സെയിം തന്നെയാണ് വളരെ. ശരി, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹാർഡ്ലി എനി ആണ്, ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ള നെഗറ്റീവ് അർത്ഥത്തിൽ വരുന്നതാണ് കേട്ടോ. നോക്കിയേ, അടുത്തത് ഒരു സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാം. There is little milk in the pot, there is little sugar in my tea. അതായത്
പാത്രത്തില് അധികം പാലില്ല എന്നാണ് പറയുന്നത്. പോട്ടിൽ അധികം പാലില്ല, ഓൾമോസ്റ്റ് നോട്ട് എന്നുള്ള അർത്ഥമാണ്, നെഗറ്റീവ് ആണ്, പാലില്ലാത്ത അവസ്ഥയെ കുറിച്ചാണ് പറയണത്. രണ്ടാമത്തെ there is little sugar in my tea, എൻ്റെ ചായയിൽ എന്താ പഞ്ചസാര കുറവാണ്, ഇല്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി കുറച്ച് ഇത് എങ്ങനെയാക്കും? there is a little milk എന്ന്, ഇതേ സെന്റൻസ് there is a little milk left in the pot. ഇനി അടുത്തത് പോസിറ്റീവ് ആക്ക്. ഷുഗർ, എൻ്റെ ചായയിൽ കുറച്ച് പഞ്ചസാര ഉണ്ട്, കുറച്ച് മധുരമുള്ള ചായ ആണെന്ന് എങ്ങനെയാ പറയാ? there is a little, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എൻ്റെ ചായയിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യൂ എന്നാക്കാം നമുക്ക് വേണമെങ്കിൽ സെന്റൻസ്. അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുള്ള സെന്റൻസ് ആയില്ലേ? പ്ലീസ് ആഡ്, കുറച്ച് പഞ്ചസാര, പ്ലീസ് ആഡ് എ ലിറ്റിൽ ഷുഗർ ഇൻ മൈ ടീ. അപ്പൊ എന്തായി? കുറച്ച് പഞ്ചസാര എന്നായി അവിടെ, കുറച്ച് പഞ്ചസാര പ്ലീസ് ദയവ് ചെയ്തിട്ട് ആഡ് ചെയ്യൂ എന്നുള്ള രീതിയിലേക്കായി. സംഭവം സെറ്റ് ആണ്, സംഭവം ക്ലീൻ ആണ്. അപ്പോൾ ലിറ്റിൽ നെഗറ്റീവ്, ലിറ്റിൽ പോസിറ്റീവ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് എന്നാണ്, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ വെറും ലിറ്റിൽ ആണെങ്കിലോ നെഗറ്റീവ് ആണ്, ഓൾമോസ്റ്റ് നോട്ട് എന്നുള്ള അർത്ഥമാണ്. യെസ്, അങ്ങനെയാണ് ദ ലിറ്റിൽ. ദ ഫ്യൂ ഞാൻ എന്താ പറഞ്ഞെന്ന്? കുറച്ചേ ഉള്ളൂ ആ ഉള്ളതെല്ലാം എന്നാണ് ദ ഫ്യൂ എന്ന് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ദ ലിറ്റിൽ, അത് തന്നെ അർത്ഥം, കുറച്ചേ ഉള്ളൂ ആ ഉള്ളതെല്ലാം. പക്ഷെ ഉപയോഗിക്കുന്നത് ആരുടെ കൂടെയാ? ഇവിടെ ലിറ്റിൽ ഉപയോഗിക്കേണ്ടത്, ദ ലിറ്റിൽ ഒക്കെ ഉപയോഗിക്കേണ്ടത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് എന്നുള്ളത് മാത്രം. സെന്റൻസ് നോക്കിയേ. ദ ലിറ്റിൽ മിൽക്ക് ഇൻ ദ പോട്ട്, ഇൻ ദ പോട്ടിന്റെ ഇൻ ദ പോട്ട് ഹാസ് ബിൻ യൂസ്ഡ് ബൈ സം വൺ. അടുത്തത് യു ക്യാൻ യൂസ് ദ ലിറ്റിൽ വാട്ടർ ലെഫ്റ്റ് ഇൻ ദ ബോട്ടിൽ. അപ്പൊ രണ്ട് സെന്റൻസ് നോക്കിയേ. കുറച്ചേ ഉള്ളൂ ആ ഉള്ളതെല്ലാം എന്നാണ് അവിടെ രണ്ടിടത്തും വരുന്നത്. ദ ലിറ്റിൽ മിൽക്ക് ഇൻ ദ പോട്ട് ഹാസ് ബീൻ യൂസ്ഡ് ബൈ സമ്മൺ. കുറച്ചേ ആ പാത്രത്തിൽ എന്തുണ്ടായിരുന്നുള്ളൂ? പാലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെന്ത് ചെയ്തു? അത് കുറച്ചേ ഉള്ളൂ ആ ഉള്ളതെല്ലാം ആരോ ഉപയോഗിച്ചിരിക്കുന്നു. യു ക്യാൻ യൂസ് ദ ലിറ്റിൽ വാട്ടർ ലെഫ്റ്റ് ഇൻ ദ ബോട്ടിൽ. അല്ലെ, നീ ആ പാത്രത്തിലുള്ള ഒരു ബോട്ടിലുള്ള വെള്ളം നിനക്ക് ഉപയോഗിക്കാം. ആ വെള്ളം, അതായത് കുറച്ചേ ഉള്ളൂ ആ ഉള്ളതെല്ലാം നിനക്ക് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണ്? ഇപ്പൊ മൂന്നും സെറ്റ് ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ഇനി 6 പഠിക്കണല്ലോ എന്ന് വിചാരിക്കണ്ട. ഫ്യൂ മാത്രം പഠിച്ചു വെക്ക്. ഫ്യൂം, ആ ഫ്യൂം, ദ ഫ്യൂം പഠിച്ചു വെക്ക്. എളുപ്പമായില്ലേ? അതേ അർത്ഥമാണ് എവിടെ വരുന്നത്? ഇപ്പുറത്ത് ലിറ്റിലിന്റെ കൂടെ ലിറ്റിലും ആ ലിറ്റിലും ദ ലിറ്റിലും. ഓക്കെ, അപ്പൊ വെറും ഫ്യൂ അല്ലെങ്കിൽ വെറും ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നോട്ട് എന്നുള്ള അർത്ഥമാണ്, നെഗറ്റീവ് സെൻസിലാണ് ഉപയോഗിക്കുന്നത്. ആ ഫ്യൂ ആ ലിറ്റിൽ എന്ന് പറഞ്ഞാലോ പോസിറ്റീവ് ആണ്, കുറച്ചുണ്ട് എന്നാണ്. ദ ലിറ്റിൽ അല്ലെങ്കിൽ ദ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ചേ ഉള്ളൂ പക്ഷെ ആ ഉള്ളതെല്ലാം എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ക്ലിയർ ആണ്? ഇനി തെറ്റിക്കൂല നമ്മള്. യെസ്, അപ്പൊ ഇത്രയും നേരം നമ്മളെ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തു നോക്കണേ. നിങ്ങൾ മനസ്സിൽ പറയണേ ഉത്തരം. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് കൃത്യമായിട്ട്. ഫ്യൂവും ലിറ്റിലും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞതാണ്, പഠിച്ചതാണ്. അത് ബേസ് ചെയ്തുള്ള ചെറിയ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. നിങ്ങൾ ഉത്തരം പറയണം. വി ഹാവ് ഡാഷ് എക്സ്ട്രാ ടൈം ദിസ് ആഫ്റ്റർനൂൺ, ഷാൽ വി വാച്ച് എ മൂവി. നമ്മൾ ഒരു മൂവി കണ്ടാലോ അല്ലെങ്കിൽ മൂവിക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കണമെങ്കിലേ ആഫ്റ്റർനൂൺ സമയമുള്ള ആളാണോ സമയമില്ലാത്ത ആളാണോ അങ്ങനെ പറയാ? സമയമുള്ള ആളാണ്ടേ അല്ലേ? അപ്പൊ സമയം ഉണ്ട്, പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി അർത്ഥം. ഇനി നൗണ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? എങ്ങനെയാണോ കണ്ടുപിടിക്കുക? നൗണ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ കണ്ടുപിടിക്കാനുള്ള സൂത്രപ്പണി എന്താ? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ കൗണ്ടബിൾ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണെങ്കിൽ അത് അൺകൗണ്ടബിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാ? ടൈം, മണി, ഷുഗർ, ബ്രെഡ് എന്നൊക്കെ പറയുന്ന സാധനം, ഇൻഫർമേഷൻ, ബാഗേജ്, ലഗേജ് ഒക്കെ എന്താ? അൺകൗണ്ടബിൾ ആണ്. ഇവിടെ ഏതാ വേണ്ടത്? ലിറ്റിൽ ആണ്. ലിറ്റിലിന്റെ ഏത് ഫോമാ വേണ്ടത്? പോസിറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലിറ്റിൽ എന്നാക്കണം. അടുത്ത നോക്കിയേ. മൈ നൈബർ ലെറ്റ് മീ പിക്ക് ഡാഷ് ഫ്ലവേഴ്സ് ഫ്രം ഹിസ് ഗാർഡൻ. എൻ്റെ നൈബർ അയൽവാസി എന്തിന് സമ്മതിച്ചു? അയാളുടെ പൂന്തോട്ടത്തിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിക്കാൻ. കുറച്ച് പൂക്കൾ എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റും. കുറച്ച് എന്നാവണമെങ്കിൽ എന്താവണം? പോസിറ്റീവ് അല്ലേ? എന്താ വേണ്ട? പറഞ്ഞേ.
വെരി ഗുഡ്, പറയുന്നുണ്ട് നിങ്ങൾ, റൈറ്റ്. യെസ്, നിങ്ങൾ പറഞ്ഞ ഉത്തരം തന്നെ a few എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരിക. ശരി, there is only dash sugar in my tea എന്നുള്ളതാണ് അടുത്ത നമ്മുടെ സെന്റൻസ്. അവിടെ എന്താ വേണ്ടേ? അഡ്ജക്റ്റീവ് ഏതാ വേണ്ടേ? ഷുഗർ എന്താ ആദ്യം പറഞ്ഞേ? ഷുഗർ അൺകൗണ്ടബിൾ അല്ലേ? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, അളക്കാനേ പറ്റുള്ളൂ. വീണ്ടും ലിറ്റിലിന്റെ ഏത് ഫോമാ വേണ്ടെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരിക. ലിറ്റിലിന്റെ ഏത് ഫോമാ? ദ ഫ്യൂ ഒഴിവാക്കണ്ടേ, നമ്മൾ എലിമിനേറ്റ് ചെയ്യാം, കാരണം എണ്ണാൻ പറ്റില്ലല്ലോ. ഏതൊക്കെ ഉണ്ട്? ദ ലിറ്റിൽ ഉണ്ട്. ഏതാ പറഞ്ഞ? there is only the little sugar എന്ന് പറയോ? കുറച്ചേ ഉള്ളൂ ആ ഉള്ളതെല്ലാം എന്നാണോ? അല്ല, അല്ലെ, സ്പെസിഫൈ ചെയ്യല്ല. ഇവിടെ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് എന്ത് ലിറ്റിൽ ഷുഗർ എന്നുള്ളതാണ് നമുക്ക് ആകെ ഉള്ള ബാക്കിയുള്ള ഒരു ഓപ്ഷൻ, ലിറ്റിൽ. അതായത് എന്റെ ചായയിലധികം പഞ്ചസാര ഇല്ല എന്നുള്ള നെഗറ്റീവ് ആണ്. there is little sugar in my tea, അല്ലേ? there is little sugar in my tea എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ദ ലിറ്റിൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താ അവിടെ എടുത്ത് പറയുന്നില്ല, എടുത്ത് പറയല്ല, അല്ലേ? അതായത് കുറച്ച് പഞ്ചസാരയേ ഉള്ളൂ, ആ പഞ്ചസാര എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പറയല്ല. ഇവിടെ വേറെ അങ്ങനെ ഒരു കേസും ഇവിടെ ഇല്ല. ഇവിടെ ജസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിൽ മാത്രം. ഓക്കെ, ഫൈൻ, മുമ്പോട്ട് പോകുന്നു. ഡാഷ് ബുക്സ് യു ഗേവ് മീ ആർ റിയലി യൂസ്ഫുൾ. ഇവിടെ നീ തന്ന ബുക്സ് എന്ന് പറഞ്ഞ് എടുത്ത് പറയുന്നില്ലേ, അല്ലേ? നീ കുറച്ച് ബുക്സ് തന്നിട്ടുണ്ട്, ആ തന്നതെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ബുക്സ് ആയിരുന്നു. എങ്ങനെയാ പറയാത്? ബുക്സ് കൗണ്ടബിൾ ആയതുകൊണ്ട് എന്ത് വേണം അവിടെ? യെസ്, ഫ്യൂ ആണ്. പക്ഷെ അതിന്റെ കൂടെ ഏത് ആർട്ടിക്കിൾ വേണം? എ വേണോ ദ വേണോ? നീ തന്നത് കുറച്ച്, പക്ഷെ ആ ബുക്സ് മുഴുവൻ, അല്ലേ? എങ്ങനെയാ വേണ്ടത്? ദ ഫ്യൂ. അടുത്ത നോക്ക്, ഡാഷ് ബുക്സ് വർ മിസ്സിംഗ് ഫ്രം ദ ഷെൽഫ്, അല്ലേ? ആരോ തന്ന ബുക്സ് ഷെൽഫിൽ നിന്ന് മിസ്സായി എന്നൊന്നും അല്ല, കുറച്ച് ബുക്സ് മിസ്സായി എന്ന് മാത്രമേ ഉള്ളൂ. എടുത്ത് പറയുന്നില്ല കുറച്ച് ബുക്സ് മിസ്സായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വീണ്ടും എന്താ വേണ്ടത്? പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൗണ്ടബിൾ നൗണിന്റെ കൂടെ എന്താ വേണ്ടത്? a few books were missing from the shelf എന്നുള്ള രീതിയിലും വരും. ഇനി അടുത്തത്, I have dash money, maybe we can go for shopping. I have dash money. അവിടെ എന്താ വേണ്ടത്? മണി അൺകൗണ്ടബിൾ ആണ്. ആൻഡ് കാശുള്ളപ്പോഴാണോ ഷോപ്പിങ്ങിന് പോവാന്ന് പറയാ? കാശില്ലാത്തപ്പോഴാണോ ഷോപ്പിങ്ങിന് പോവാ പറയാ? യെസ്, കാശുള്ളപ്പോഴാണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസിൽ വീണ്ടും എങ്ങനെ വരിക? യെസ്, ഐ ഹാവ് a little money. അൺകൗണ്ടബിൾ അല്ലേ മണി? അപ്പൊ എന്താ വേണ്ടത് അവിടെ? ലിറ്റിൽ ആണ് വേണ്ട അഡ്ജക്റ്റീവ്. ആൻഡ് a little എന്നുള്ളതാവുമ്പോഴേ പോസിറ്റീവ് ആവുള്ളൂ, വെറും ലിറ്റിൽ നെഗറ്റീവ് ആണ്. ശരി, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ലിറ്റിലും ഫ്യൂവും തമ്മിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു സെഷനിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും തൽക്കാലത്തേക്ക് ബൈ.